Hello dear students. നമ്മൾ ഇന്ന് +1 അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ നമ്പർ 6ലേക്ക് കടക്കുകയാണ്. നമ്മുടെ ആറാമത്തെ ഈ ചാപ്റ്ററിന്റെ പേര് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. അക്കൗണ്ടിംഗ് പ്രോസസ്സിന്റെ ആദ്യ സ്റ്റെപ്പുകൾ നമ്മൾ കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ മുൻ പാഠഭാഗങ്ങളിലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അക്കൗണ്ടിങ്ങിന്റെ ആദ്യ പടിയായിട്ടുള്ള റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 ചാപ്റ്ററുകളിലായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ജേർണൽസ് ഓർ സ്പെഷ്യൽ ജേർണൽസ് ആൻഡ് പോസ്റ്റിംഗ് ഫ്രം ജേർണൽ ആൻഡ് സ്പെഷ്യൽ ജേർണൽസ് ടു ലെഡ്ജർ അക്കൗണ്ട്സ്. അക്കൗണ്ടിങ്ങിലെ 2 പ്രധാനപ്പെട്ട ബുക്കുകളാണ് ജേർണൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ജേർണൽസ് ആൻഡ് ലെഡ്ജർ. Journal is the primary book in which transactions are recorded at first. ആദ്യമായിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേർണൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ജേർണൽസ്. രണ്ടാമതായി ഈ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ലെഡ്ജർ. ജേർണൽ പ്രൈമറി ബുക്കാണ്, ലെഡ്ജർ സെക്കൻഡറി ബുക്കാണ്, അതേസമയം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്കാണ്. അങ്ങനെ ജേർണൽ എൻട്രീസിനെ നമ്മൾ ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പോസ്റ്റ് ചെയ്ത് എല്ലാ ജേർണൽ എൻട്രീസും ലെഡ്ജറിലുള്ള ഓരോ അക്കൗണ്ടുകളിലായി റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ലെഡ്ജർ അക്കൗണ്ടുകളെ ബാലൻസ് ചെയ്യാനും പഠിച്ചിട്ടുണ്ട്. ഡെബിറ്റ് സൈഡാണോ ക്രെഡിറ്റ് സൈഡാണോ കൂടുതൽ എന്ന് മനസ്സിലാക്കി ടോട്ടൽ ചെയ്ത് അതിൻ്റെ ഡിഫറൻസ് കുറവുള്ള സൈഡിൽ എഴുതി വെക്കുന്നതാണ് ബാലൻസിങ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് ട്രയൽ ബാലൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ട്രയൽ ബാലൻസ് എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് വിത്ത് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ടു ടെസ്റ്റ് ദ അരിത്തമാറ്റിക്കൽ അക്യൂറസി ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എഴുതി തയ്യാറാക്കുന്ന ഒരു ലിസ്റ്റ്. അതിലെന്താണുള്ളത്? ഡെബിറ്റ് ബാലൻസുകളും ക്രെഡിറ്റ് ബാലൻസുകളുമാണ്. എന്തിൻ്റെ ഡെബിറ്റ് ബാലൻസും എന്തിൻ്റെ ക്രെഡിറ്റ് ബാലൻസുമാണ്? നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിൽ ക്ലാസിഫൈ ചെയ്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള, അഥവാ ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്? ടു ടെസ്റ്റ് ദ അരിത്തമാറ്റിക്കൽ അക്യൂറസി ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ ചെയ്ത അക്കൗണ്ടിങ് വർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? കാൽക്കുലേഷൻസിൽ വല്ല പിഴവും വന്നിട്ടുണ്ടോ? അതല്ല നമ്മൾ ലെഡ്ജർ പോസ്റ്റിംഗ് നടത്തിയതൊക്കെ അരിത്തമാറ്റിക്കലി കറക്റ്റ് അല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് prepared to check the arithmetical accuracy of accounting works we had already done. നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള അക്കൗണ്ടിങ് വർക്കിൻ്റെ ജേർണൽ എൻട്രി പാസ് ചെയ്ത് അതിനെ പോസ്റ്റ് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു റെക്കോർഡ്സിൻ്റെ ആ ഒരു കറക്റ്റ്നെസ് പരിശോധിക്കാൻ വേണ്ടിയാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി ട്രയൽ ബാലൻസിൽ എങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്? അക്കൗണ്ട്സ് showing debit balances are put on the debit balance column of the trial balance. നമ്മുടെ ലെഡ്ജറിലെ ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്ന എല്ലാ അക്കൗണ്ടിൻ്റെയും ആ ഡെബിറ്റ് ബാലൻസുകൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് ബാലൻസസ് കോളത്തിൽ രേഖപ്പെടുത്തുന്നു. ആൻഡ് ദ അക്കൗണ്ട്സ് ഷോയിങ് ക്രെഡിറ്റ് ബാലൻസസ് ആർ പുട്ട് ഓൺ ഇറ്റ്സ് ക്രെഡിറ്റ് ബാലൻസ് കോളം. ഒരു ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് ബാലൻസസ് കോളത്തിൽ എല്ലാ അക്കൗണ്ടുകളുടെയും ക്രെഡിറ്റ് ബാലൻസും രേഖപ്പെടുത്തുന്നു. ദെൻ ഇഫ് ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് കോളം ടാലീസ്, ഇറ്റ് ഈസ് പ്രിസ്യൂംഡ് ദാറ്റ് ദ പോസ്റ്റിംഗ് ടു ദ ലെഡ്ജർ അക്കൗണ്ട് ഈസ് അരിത്തമാറ്റിക്കലി കറക്റ്റ്. നമ്മളങ്ങനെ 2 കോളത്തിലായി എല്ലാ അക്കൗണ്ടുകളുടെയും ഡെബിറ്റ് ബാലൻസസും എല്ലാ അക്കൗണ്ടുകളുടെയും ക്രെഡിറ്റ് ബാലൻസസും രേഖപ്പെടുത്തി ആ 2 കോളവും തുല്യമാണെങ്കിൽ നമുക്ക് പറയാം ഈ ലെഡ്ജർ അക്കൗണ്ടിലേക്കുള്ള നമ്മുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്ന വർക്കൊക്കെ അരിത്തമാറ്റിക്കലി കറക്റ്റ് ആണെന്ന്, മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും.
ഇവിടെ ഒരു ട്രയൽ ബാലൻസിനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ട്രയൽ ബാലൻസിൽ എന്താണുള്ളത്? ഇവിടെ ആദ്യത്തെ കോളത്തിൽ ഹെഡ് ഓഫ് അക്കൗണ്ട്സ് ഓർ നെയിംസ് ഓഫ് അക്കൗണ്ട്സ്, നമ്മൾ ലെഡ്ജറിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ അക്കൗണ്ടിൻ്റെയും പേര് ഇവിടെ ഉണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട്, ഡ്രോയിങ്സ് അക്കൗണ്ട് ആൻഡ് സോ ഓൺ. അതുപോലെ മറ്റു ഓപ്പണിംഗ് അക്കൗണ്ടുകളുടെ കാര്യവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ രണ്ടാമത്തെ കോളവും മൂന്നാമത്തെ കോളവും എന്താണ്? ഡെബിറ്റ് ബാലൻസസ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ്. നമ്മുടെ ലെഡ്ജറിലെ ഓരോ അക്കൗണ്ടും കാണിക്കുന്ന ബാലൻസുകൾ എന്താണോ ആ ബാലൻസുകൾ മാത്രമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്ക് 2 or 3 തരത്തിലുള്ള മെത്തേഡുകൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ വേണ്ടിയുണ്ട്. നമ്മൾ കോമൺലി യൂസ്ഡ് മെത്തേഡായിട്ടുള്ള ബാലൻസ് മെത്തേഡാണ് ഈ ഒരു ട്രയൽ ബാലൻസിലൂടെ പരിചയപ്പെടുന്നത്. ഇവിടെ നോക്കുക, ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസുകൾ. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ് 8 ലക്ഷം രൂപ അല്ലേ, ക്രെഡിറ്റ് ബാലൻസിൻ്റെ കോളത്തിൽ. നമ്മുടെ ലെഡ്ജറിലെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ആ ബാലൻസ് ആണ് 8 ലക്ഷം. ഓക്കെ, ദെൻ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് 60,000, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ്, ഫർണിച്ചർ അക്കൗണ്ട് 1 lakh തുടങ്ങിയിട്ടുള്ള എല്ലാ അക്കൗണ്ട് ബാലൻസുകളുമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഡെബിറ്റ് ബാലൻസസ് കോളം 41,22,000, ക്രെഡിറ്റ് ബാലൻസസ് കോളം 41,22,000. അപ്പോൾ നമുക്ക് ഈ ഡെബിറ്റ് ബാലൻസ് കോളവും ക്രെഡിറ്റ് ബാലൻസ് കോളവും ടാലി ആയതുകൊണ്ട്, തുല്യമായതുകൊണ്ട് നമുക്ക് പറയാം ഈ ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിങ് വർക്ക് ഇതുവരെയുള്ളത് അരിത്തമാറ്റിക്കലി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ പ്രത്യേകത, അതിൻ്റെ സ്വഭാവം എന്താണ്? ഓരോന്നായി നോക്കാം. നമ്പർ 1, ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ബാലൻസസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് ദ ക്യാഷ് ബുക്ക്. ഒരു ബിസിനസ്സിൻ്റെ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലെ എല്ലാ അക്കൗണ്ടുകളുടെയും അതുപോലെ ക്യാഷ് ബുക്കിൻ്റെയും ബാലൻസുകളാണ് ട്രയൽ ബാലൻസിൽ ഉൾക്കൊള്ളുന്നത്. അല്ലെങ്കിൽ ആ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് എല്ലാ അക്കൗണ്ട് ബാലൻസുകളുടെയും ഒരു ലിസ്റ്റാണ്. അതുപോലെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിൻ്റെ, അഥവാ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണെങ്കിൽ ക്യാഷ് കോളത്തിൻ്റെയും ബാങ്ക് കോളത്തിൻ്റെയും ബാലൻസ് കൂടി ഉൾപ്പെട്ട ഒരു ലിസ്റ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് നോട്ട് ആൻ അക്കൗണ്ട്. ഇതൊരു അക്കൗണ്ട് അല്ല, ജസ്റ്റ് എഴുതി തയ്യാറാക്കുന്ന ഒരു ലിസ്റ്റ് മാത്രമാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. വെറും ഒരു ലിസ്റ്റ് ആണെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും നമ്മുടെ അക്കൗണ്ടിങ് വർക്കിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. അത് നമുക്ക് വഴിയെ മനസ്സിലാവും. ദെൻ ഇറ്റ് ഈസ് ജസ്റ്റ് എ വർക്കിംഗ് പേപ്പർ, നോട്ട് എ പാർട്ട് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഇതൊരു വർക്കിംഗ് നോട്ട് പോലെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു വർക്കിംഗ് പേപ്പറാണ്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും അക്കൗണ്ടുകൾ തയ്യാറാക്കുന്ന രൂപത്തിലുള്ള ഒരു സംഭവമല്ല, ജസ്റ്റ് ഒരു വർക്കിംഗ് നോട്ട് പോലെയാണ് ഇതിൻ്റെ സ്വഭാവം. Then usually it is prepared at the end of an accounting year before preparing final accounts. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കാം. ഒരു പ്രത്യേക ഡേറ്റിനാണ് ഇത് തയ്യാറാക്കുന്നത്. സാധാരണഗതിയിൽ ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെയും അവസാനത്തിൽ ഫൈനൽ അക്കൗണ്ടുകൾ അഥവാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ തയ്യാറാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് എപ്പോഴും സാധാരണഗതിയിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. If the books of accounts are arithmetically accurate, the total of all debit balances of a trial balance will be equal to the total of all credit balance. ട്രയൽ ബാലൻസിൽ രേഖപ്പെടുത്തുന്നത് എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസുകളാണ്. ഡെബിറ്റ് ബാലൻസുകൾ രേഖപ്പെടുത്തിയ കോളത്തിൻ്റെ ടോട്ടലും ക്രെഡിറ്റ് ബാലൻസുകൾ രേഖപ്പെടുത്തിയ കോളത്തിൻ്റെ ടോട്ടലും തുല്യമാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഊഹിക്കാം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അക്കൗണ്ടിങ് വർക്കുകൾ ഇതുവരെ ചെയ്തത് അരിത്തമാറ്റിക്കലി അക്യുറേറ്റ് ആണ്, കറക്റ്റാണ്, മിസ്റ്റേക്കുകളൊന്നും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണെങ്കിലും അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കുക. എ ടാലീഡ് ട്രയൽ ബാലൻസ് ഈസ് നോട്ട് എ കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് ദ അക്യൂറസി ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സിൻസ് സർട്ടൻ ടൈപ്പ് ഓഫ് എറേഴ്സ് റിമെയിൻസ് ഈവൻ വെൻ ദ ട്രയൽ ബാലൻസ് ടാലീസ്. നമ്മൾ പറഞ്ഞു ടോട്ടൽ ഓഫ് ഡെബിറ്റ് ബാലൻസ് കോളവും ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് ബാലൻസ് കോളവും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ചെയ്ത വർക്കൊക്കെ കറക്റ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ഒരു ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് ബാലൻസ് കോളവും ക്രെഡിറ്റ് ബാലൻസ് കോളവും ടാലി ആയാൽ പോലും എന്ത് ചെയ്യാം,
മറ്റു മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ അക്കൗണ്ടിങ് വർക്കിൽ ചില മിസ്റ്റേക്കുകൾ ട്രയൽ ബാലൻസിലൂടെ ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയുന്നതല്ല. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ്സ് ഓർ നീഡ് ഓഫ് പ്രിപ്പയറിംഗ് എ ട്രയൽ ബാലൻസ്. ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ് ബിസിനസ്സിൽ? നമ്മൾ പറഞ്ഞു ഇത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല, എന്നാൽ പോലും ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. എന്താണ് അതിൻ്റെ ആവശ്യം? പ്രധാനമായിട്ട് 4 ആവശ്യമാണ് ട്രയൽ ബാലൻസിൻ്റെ ലക്ഷ്യം. ഒന്ന്, ടു അസർട്ടൈൻ ദ അരിത്തമാറ്റിക്കൽ അക്യൂറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. അക്കൗണ്ടുകളുടെ അരിത്തമെറ്റിക്കൽ അക്യൂറസി മനസ്സിലാക്കുക, അത് ചെക്ക് ചെയ്യുക. നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തിയപ്പോൾ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ബാലൻസ് ചെയ്തപ്പോൾ യാതൊരു തരത്തിലുള്ള മിസ്റ്റേക്കുകളും കണക്ക് കൂട്ടലിലൊന്നും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം. ദെൻ സെക്കൻഡ്, ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. നമ്മൾ അക്കൗണ്ട് വർക്കുകൾ ചെയ്ത സമയത്ത് പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ തേർഡ്, ടു ഒബ്റ്റെയിൻ എ സമ്മറി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ എന്ന് പറയുന്ന നമ്മുടെ അക്കൗണ്ട് ബുക്കിൽ വളരെ പ്രധാനപ്പെട്ട ബുക്കാണ്. ആ ബുക്കിൽ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും ഒരു ആകത്തുക, അതാണ് ബാലൻസ് എന്ന് പറയുന്നത്. ആ സമ്മറി മനസ്സിലാക്കാൻ വേണ്ടി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ദെൻ ഫോർത്ത്, ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഏത് ബിസിനസ് സ്ഥാപനങ്ങളും ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കും. നമ്മൾ പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അഥവാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കും. അപ്പോൾ അതൊക്കെ തയ്യാറാക്കുന്നതിനുള്ള ഒരു ബേസിസ് ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു സഹായിയായിട്ടാണ് ട്രയൽ ബാലൻസ് പ്രവർത്തിക്കുന്നത്. നമുക്കിത് ഓരോന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ടു അസർട്ടൈൻ ദ അരിത്തമാറ്റിക്കൽ അക്യൂറസി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട്സ്. A trial balance provides a useful check upon the ledger account postings. If a trial balance tallies, it is provided that the posting to ledger accounts are correct. നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡെബിറ്റ് ബാലൻസ് കോളവും ക്രെഡിറ്റ് ബാലൻസ് കോളവും ടാലി ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ നടത്തിയ അക്കൗണ്ടിങ് വർക്കുകൾ അരിത്തമാറ്റിക്കലി അക്യുറേറ്റ് ആണ്. Then to help in locating errors, a trial balance does not tally. It indicates that some errors have been occurred and the accountant will then proceed to locate such errors. എന്തെങ്കിലും കാരണവശാൽ ട്രയൽ ബാലൻസിൻ്റെ 2 കോളവും ടാലി ആവുന്നില്ലെങ്കിൽ, ഈക്വൽ ആവുന്നില്ലെങ്കിൽ അക്കൗണ്ടൻ്റ് എന്ത് മനസ്സിലാക്കുന്നു? എവിടെയോ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഉടൻ തന്നെ അക്കൗണ്ടൻ്റ് എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുന്നു. അതിനുവേണ്ടി ബിസിനസ്സിനെ സഹായിക്കുന്ന, അക്കൗണ്ടൻറ്റിനെ സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. ദെൻ ടു ഒബ്റ്റെയിൻ എ സമ്മറി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. നമ്മൾ മനസ്സിലാക്കി ട്രയൽ ബാലൻസ് എന്താണ്? എ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ആണ്. ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസുകളുടെ ലിസ്റ്റാണ് ട്രയൽ ബാലൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ട്രയൽ ബാലൻസ് എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെയും ഒരു സമ്മറിയാണ്. എ ലുക്ക് ഇൻ ടു ദ ട്രയൽ ബാലൻസ് എനേബിൾസ് വൺ ടു നോ ദ അസറ്റ്സ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസസ്, ഇൻകംസ് എറ്റ്സെട്ര. ഒരു ട്രയൽ ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ എല്ലാ അക്കൗണ്ടുകളെയും, അസറ്റ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ തുടങ്ങിയിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും ഒരു ആകത്തുക മനസ്സിലാക്കാൻ കഴിയും. ദെൻ ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ആസ് ദ ട്രയൽ ബാലൻസ് കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ്, ഇറ്റ് പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ ഫർദർ പ്രോസസ്സിംഗ് ഓഫ് അക്കൗണ്ടിംഗ് ഡാറ്റ. ട്രയൽ ബാലൻസ് നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞ എല്ലാ അക്കൗണ്ടുകളുടെയും ഒരു സമ്മറി ആയിട്ട്, ഒരു ലിസ്റ്റായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് ഡാറ്റയുടെ ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടി, അഥവാ തുടർന്നുള്ള പ്രോസസ്സിങ്ങിന് അതിനുള്ള ഒരു ബേസ് ആയിട്ട്, ഒരു അടിസ്ഥാനമായിട്ട് ട്രയൽ ബാലൻസ് വർക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ദെൻ നമുക്ക് ഒരു സാമ്പിളായിട്ട് ഒരു ട്രയൽ ബാലൻസിനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാം. നമ്മളൊരു പ്രോബ്ലമായിട്ട് ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു അക്കൗണ്ട് കാണാം, റാവത്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്താണ്? ഇവിടെ എൻട്രീസ് ഉണ്ട്. ബാലൻസ് ക്യാരി ഡൗൺ, ഡിസംബർ 31 ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ബാലൻസ് ആണ്. ജനുവരി 1 അത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ നമുക്കിത് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ? ഇവിടെ ഡെബിറ്റ് സൈഡിൽ ക്ലോസിംഗ് ബാലൻസ് കാണുന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്.
അല്ലേ? അഥവാ നമുക്ക് നോക്കാം, ജനുവരി 1 ഓപ്പണിംഗ് ബാലൻസ് എന്താണ്? ക്രെഡിറ്റിലാണ്. ക്രെഡിറ്റ് സൈഡാണ് ഇതിൽ എമൗണ്ട് കൂടുതലുള്ളത്, 60,000 ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ബാലൻസ് ചെയ്ത് ഇതാണ് ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, അപ്പോൾ ഇത് റാവത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ബാലൻസ് തന്നെ കാണുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്? ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് എടുക്കുന്നു, റാവത്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, നെയിം ഓഫ് അക്കൗണ്ട് എന്ന കോളത്തിൽ ആ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പേരെഴുതി, ക്രെഡിറ്റ് ബാലൻസസ് എന്ന് പറയുന്ന കോളത്തിൽ ആ റാവത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എഴുതി. അപ്പോൾ റാവത്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബിസിനസ് ഓർഗനൈസേഷൻ റാവത്ത് എന്ന് പറയുന്ന ഓണർക്ക് ക്യാപിറ്റൽ ആയിട്ട് കൊടുക്കാനുള്ള എമൗണ്ട് 60,000 രൂപയാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ദെൻ മറ്റൊരു അക്കൗണ്ട് റോഹൻസ് അക്കൗണ്ട്. റോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ നമ്മുടെ ബിസിനസ്സിലുള്ള അക്കൗണ്ടാണ് റോഹൻസ് അക്കൗണ്ട്. ഇത് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ? ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ, ക്ലോസിംഗ് ബാലൻസ് ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ എത്രയാണ്? 20,000 രൂപ. ഡെബിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് ബാലൻസ് കാണുന്നത്. അഥവാ എമൗണ്ട് കൂടുതൽ വന്ന ഭാഗം ക്രെഡിറ്റ് സൈഡാണ്, അഥവാ ഈ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അടുത്ത മാസത്തെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ ക്രെഡിറ്റ് ബാലൻസിൽ കാണുന്നുണ്ട്. ക്രെഡിറ്റ് ബാലൻസ് ആണ്. നമ്മൾ എഴുതുന്നു നെയിം ഓഫ് അക്കൗണ്ട് കോളത്തിൽ റോഷൻസ് അക്കൗണ്ട് 20,000 രൂപ. ദെൻ അടുത്തൊരു അക്കൗണ്ട് നോക്കാം, മെഷീനറി അക്കൗണ്ട്. മെഷീനറി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ്. അസറ്റ് അക്കൗണ്ടുകൾ എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസേ കാണിക്കുള്ളൂ. മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് കോളത്തിലാണ് എഴുതേണ്ടത്, 17,000 രൂപ. ദെൻ അടുത്ത അക്കൗണ്ട് രാഹുൽസ് അക്കൗണ്ട്. രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ നമ്മുടെ ബിസിനസ്സിൽ ലെഡ്ജറിൽ കാണുന്ന അക്കൗണ്ടാണ്. അതിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ചെയ്ത് ക്ലോസിംഗ് ബാലൻസ് കാണുന്നത്. അഥവാ ഈ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്, ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് കോളത്തിലാണ് 20,000 രൂപ. ഈ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. അക്കൗണ്ടിൻ്റെ പേര് എഴുതുന്നു രാഹുൽസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് എമൗണ്ട് 20,000 ഡെബിറ്റ് ബാലൻസസ് കോളത്തിൽ എഴുതുന്നു. ദെൻ അടുത്ത അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് ഇൻക്രീസ് ക്രെഡിറ്റ് ആണെന്ന് നമുക്കറിയാം. സെയിൽസ് എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഈ സെയിൽസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ യാതൊരു എമൗണ്ടുകളും ഇല്ല. അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടലാണ്. ക്രെഡിറ്റ് ബാലൻസ് ആണ് 70,000 രൂപ. അക്കൗണ്ടിൻ്റെ പേര് എഴുതുന്നു, ക്രെഡിറ്റ് ബാലൻസ് കോളത്തിൽ എമൗണ്ട് 70,000 രൂപ രേഖപ്പെടുത്തുന്നു. ദെൻ അടുത്ത അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇവിടെ ഡെബിറ്റ് ബാലൻസ് എത്രയാണ്? ₹43,000 ആണ്. നെയിം ഓഫ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്, ബാലൻസ് 43,000. ദെൻ അടുത്ത അക്കൗണ്ട് വേജസ് അക്കൗണ്ട്. വേജസ് അക്കൗണ്ടിന് ഒരു ഡെബിറ്റ് സൈഡിൽ മാത്രമേ എമൗണ്ട് ഉള്ളൂ, ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഡെബിറ്റ് ബാലൻസ് വേജസ് അക്കൗണ്ട് 5,000. ദെൻ അടുത്ത അക്കൗണ്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ആണ്. അക്കൗണ്ട് ബാലൻസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് എക്സ്പെൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് കോളത്തിൽ 3,000 രൂപ. ദെൻ അടുത്ത അക്കൗണ്ട് പർച്ചേസസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ആൾവേസ് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്. പർച്ചേസ് അക്കൗണ്ട് 62,000. ഇപ്പോൾ ഇത്രയും അക്കൗണ്ട് ബാലൻസുകൾ നമ്മളൊരു ട്രയൽ ബാലൻസിൽ മാർക്ക് ചെയ്തു, എഴുതി. ഓരോ അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് ബാലൻസുകൾ ഡെബിറ്റ് ബാലൻസ് കോളത്തിലും ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളെ ആ ക്രെഡിറ്റ് ബാലൻസ് കോളത്തിലും രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രയൽ ബാലൻസ് റെഡിയാണ്. പക്ഷേ നമുക്കൊരു വർക്ക് ബാക്കിയുണ്ട്. ഇതിനെ ഒന്ന് ടോട്ടൽ ചെയ്യണം. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ 1,50,000 രൂപയാണ് നമുക്ക് കിട്ടിയത്. രണ്ട് സൈഡും നോർമലി എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് കോളവും ക്രെഡിറ്റ് ബാലൻസ് കോളവും ഈക്വൽ ആയിരിക്കും. അഥവാ നമ്മൾ ചെയ്ത അക്കൗണ്ടിങ് വർക്കുകളെല്ലാം കറക്റ്റാണ്, അരിത്തമാറ്റിക്കലി കറക്റ്റാണ്, കാൽക്കുലേഷനും മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റാണ് എന്ന് നമുക്ക് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് ഇത് രണ്ട് കോളവും ഈക്വൽ ആവുന്നത്? നമ്മൾ നേരത്തെ പഠിച്ച അക്കൗണ്ടിങ് ഇക്വേഷൻ ഇല്ലേ? അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതുപോലെ നമ്മളൊരു ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഒരു ബിസിനസ് ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാവും, ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും. ഒരു ട്രാൻസാക്ഷനെ നമ്മൾ രണ്ട് അക്കൗണ്ടുകളിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു ഡെബിറ്റ് അക്കൗണ്ട് ഉണ്ട്, ഒരു ക്രെഡിറ്റ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ബാലൻസുകൾ എടുത്തു കഴിഞ്ഞാൽ നോർമലി എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസസ് വിൽ ആൾവേസ് ഈക്വൽ ടു ക്രെഡിറ്റ് ബാലൻസസ്. ഇപ്പം അങ്ങനെ അത് ടാലി ആവാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എവിടെയോ എന്തോ പിഴവ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്. ട്രയൽ ബാലൻസ് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓർ നീഡ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് അഥവാ 4 കാര്യങ്ങളാണ്. ടു ചെക്ക് ദ അരിത്തമാറ്റിക്കൽ അക്യൂറസി, ടു ലൊക്കേറ്റ് എറേഴ്സ്
ആസ് എ സമ്മറി ഓഫ് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ആൻഡ് പ്രൊവൈഡിങ് എ ബേസ് ഫോർ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ട്രയൽ ബാലൻസിൻ്റെ സ്വഭാവം, അതുപോലെ ഒരു സാമ്പിൾ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് കാണാം. ബൈ.